കൊള്ളാം, നന്നായിട്ടുണ്ട്. അങ്ങനെ തന്നെ മലത്തി അടിക്ക, അങ്ങനെ ഇടുപ്പിൽ തൂക്കി അടിക്ക. ഇങ്ങോട്ട് വരൂ. ഇങ്ങനെ ചെയ്താൽ രണ്ടുപേരെ ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി കെട്ടിയിടും. ഗുരുവിനെ തന്നെ തല്ലുന്നു നിങ്ങൾ. അങ്ങ് തന്നെയല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വരൂ, ഇടുപ്പിൽ തൂക്കി അടിക്കൂ എന്നൊക്കെ. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ മലർത്തി അടിച്ചത്. എന്നെയല്ല ഞാൻ മലർത്തി അടിക്കാൻ പറഞ്ഞത്. നിങ്ങൾ എന്താ ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്തത്? ആദ്യം പറയുന്നത് മനസ്സിലാക്ക. എന്താ മനസ്സിലായോ? മനസ്സിലാകാത്ത കാര്യം മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായതും കൂടി മനസ്സിലാകാതെ പോകും. എന്താ മനസ്സിലായോ? ഇപ്പൊ അങ്ങ് എന്ത് പറഞ്ഞുവോ അതൊന്നും തന്നെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. സംശയമുണ്ടോ? ഇങ്ങോട്ട് വരൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഗുസ്തി ഒരു നല്ല കലയാണ്. അത് ശരീരത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഗുസ്തി പഠിപ്പിക്കുന്നത്. ഓ, അങ്ങ് എപ്പോഴാണ് ഗുസ്തി പഠിച്ചത്? എനിക്ക് പഠിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഞാൻ ബലശാലിയാണ്. അതുകൊണ്ട് എന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ കാടിനകത്ത് ഞാനാണ് ഏറ്റവും വലിയ ബലശാലി. ശരി ബണ്ണി, ജോർദാർ, തുടങ്ങിക്കോളൂ. എന്തു പറ്റി? ജിമ്മൊന്ന് നന്നാക്കി എടുക്കണം. കാശ് കുറച്ച് വേണം. ഇങ്ങോട്ട് വരൂ. എന്റെ പക്കൽ കാശില്ല. ഞാൻ വേണമെങ്കിൽ ആശീർവദിക്കാം. നിനക്ക് ഒരുപാട് കാശ് കിട്ടട്ടെ. എന്റെ ബായ്, കാശുണ്ടാക്കാനുള്ള വഴി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എനിക്ക് നിങ്ങളുടെ സഹായമാണ് ആവശ്യം. എന്ത് സഹായം? ജംഗ്ലി സിമന്റുകാരുടെ ഗുസ്തി ടീമുണ്ട്. അവര് സ്പോൺസർ ചെയ്ത് യുവമാരെ അയച്ചിരിക്കുകയാണ്. അറിയാം, സണ്ണി അവരുടെ കൂട്ടുകാരോ ഗ്രൂപ്പിലുണ്ട്. അതെ, ഇത് ജംഗ്ലി സിമന്റുകാരുടെ ആഡാണ്. ഞങ്ങളുടെ സിമന്റ് ഞങ്ങളുടെ ബൈൽവാന്മാരെ പോലെ ബലമുള്ളതാണ്. അതുകൊണ്ട് അവർ അവരുടെ ടീമിനെ തോൽപ്പിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. ആ 5 ലക്ഷം എനിക്ക് വേണം. അതാര് തോൽപ്പിക്കുന്നുവോ അവർക്കല്ലേ കൊടുക്കാൻ പോകുന്നത്. അവരെന്തിനാണ് നിനക്ക് തരുന്നത്? എന്റെ ബായ്, ഞാൻ പറയുന്നത് ആദ്യം നന്നായിട്ട് കേക്ക്, എന്നിട്ട് സംസാരിക്ക. അവന്മാരെ നമ്മൾ തോൽപ്പിച്ചാൽ നമുക്ക് ആ കാശ് കിട്ടും. ഐഡിയ എന്തായാലും നന്നായിട്ടുണ്ട്. ഇത് ഫ്രീ സ്റ്റൈൽ ഗുസ്തിയാണ്. 5 പേര് അവരും 5 പേർ നമ്മളും. ഒരു പയൽമാനായിട്ട് ഞാനുണ്ട്. ബാക്കി 4 പേരാരാണ്? എന്റെ ബായ്, താൻ തന്റെ സൈസ് കണ്ടോ? ഒരു ബൈൽവാൻ തന്റെ പുറത്ത് കയറി ഇരുന്ന താൻ ചമ്മന്തിയായി കഞ്ഞിക്ക് കൂട്ടേണ്ടി വരും. നോക്ക്, എനിക്ക് അഹിംസയാണ് ഇഷ്ടം. ഇടിയും പിടിയും ഒന്നും എനിക്ക് ഇഷ്ടമില്ല. സംശയമുണ്ടോ? തന്നെ ഇവിടെ ആരും ക്ഷണിച്ചിട്ടില്ല. ടീമിൽ ആരൊക്കെയാണ് ഉള്ളത്? ഞാൻ, നീ, ഹണി, ജോർദാർ, പിന്നെ ബോബി ബോക്സർ. ഇങ്ങോട്ട് വരൂ. ടീം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ആയിക്കോളാം ടീമിന്റെ കോച്ച്. ശരി, എന്നാ നാളെ വൈകിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. സ്റ്റേഡിയം മുഴുവനുണ്ട് LED ലൈറ്റ്. ഇന്നിവിടെ നടക്കാൻ പോകുന്നു ഫൈറ്റ്. അടികൈ. എന്റെ കന്യാ സാറേ, ഇത് കവിത പറയുന്ന സ്ഥലമല്ല, ഗുസ്തി കൂടുന്ന സ്ഥലമാണ്. ഇങ്ങോട്ട് വരൂ. നീയല്ലേ അത് എല്ലാ പ്രോഗ്രാമിലും ഒന്ന് അലമുണ്ടാക്കുന്നവൻ. ഞാൻ ഒരെണ്ണം അങ്ങോട്ട് തന്നാലുണ്ടല്ലോ, നിന്റെ പണി അതോടെ തീരും. ശബ്ദിക്കരുത്. ശബ്ദിച്ചാൽ നീ വിവരം അറിയും. മനസ്സിലായോ? ചാമ്പ്യൻസിനായിട്ട് എല്ലാവരും ഒരു കൈയടി കൊടുക്കൂ. ഈ കൂട്ടത്തിൽ ആരും തന്നെ ഇല്ല സ്ട്രേഞ്ചർ. ഇതാ എത്തിക്കഴിഞ്ഞു നമ്മുടെ ചലഞ്ചർ. അടികൈ. എവിടെ ഗുസ്തി നടത്തുക? ഇവിടെ അല്പം പോലും സ്ഥലമില്ലല്ലോ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എടാ കഴുതേ, ഇത് ഗുസ്തി നടക്കുന്ന സ്ഥലമാണടാ. അപ്പൊ പിന്നെ നമ്മൾ എവിടെ കിടന്ന് ഉറങ്ങാ?
നീ മുകളിലേക്ക് വാ, അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Cholma, The Crazy Chase. Brand new game. Download now only on Google Play Store. കൊച്ചളിയാ, നീ എന്റെ സൈഡാണോ അതോ ഇവന്റെ സൈഡാണോ? ഹണി വേഗം കൈതട്ടാ. എടാ, എന്റെ കയ്യിൽ തട്ടാനാ പറഞ്ഞതാ. എല്ലാവരുടെയും സുഹൃത്താ, എന്നെ വിട്ടേക്കൂ. സബാഷ്, ഇവരുടെ പണി തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ തന്നെയായിരിക്കും ജയിക്കുക, സംശയമുണ്ടോ? എന്നെ വിട്ടേക്കൂ, ഞാൻ കർത്ത, എല്ലാവരുടെയും സുഹൃത്താ, എന്നെ വിട്ടേക്കൂ. സോതാറാം, പുറത്തേക്ക് വാ. എന്റെ ബായ്, ഇത് ചീറ്റിംഗ് ആണ്. രാത്രി ഉറങ്ങുന്ന സമയത്ത് കൊതുക് കടിച്ചു. ഇവിടെ എന്തായാലും കളി ചൂട് പിടിച്ചു. അടികൈ. തലയുടെ സബാഷ്, എന്തായാലും കൊള്ളാം. ഇവരൊരു കലക്ക് കലക്കി.
എന്നെ വിട്ടേക്കൂ. ഞാൻ കറുത്ത എല്ലാവരുടെയും സുഹൃത്താ. അവൻ അങ്ങനെ തന്നെ പിടിച്ചോ. നിർത്ത്, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മൃഗങ്ങൾ അധികമുണ്ടെങ്കിൽ അത് വനം. ബണ്ണിയുടെ ടീമിന് കിട്ടിയിരിക്കുന്നു 5 ലക്ഷം സമ്മാനം. അടികൈ ഇങ്ങോട്ട് വരൂ. നിങ്ങൾ കാരണം എന്റെ പേര് പ്രശസ്തമായി. ഇനി എന്റെ അടുത്ത് വന്ന് ആശീർവാദം വാങ്ങിച്ചോളൂ. വേഗം വരൂ, വരൂന്നേ. 5 ലക്ഷത്തിൽ നിന്ന് ഒരു 5000 10,000 ആ സണ്ണിക്കും കൊടുത്തേക്ക്. അവന് ട്രീറ്റ്മെന്റ് എടുക്കാനുള്ളതാണ്. സംശയമുണ്ടോ?